നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അഖില ഹരിനാരായണനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ ഹരിനാരായണൻ അറിയാം മാധവ മേനോന്റെ മരണത്തിന് ഉത്തരവാദി ആരാന്നുള്ള കാര്യം. അയാളെ കണ്ടെത്തുവാണെങ്കിൽ മാധവ മേനോന്റെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഡോക്ടർ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, അതോ ഇനിയിപ്പോ ആരെങ്കിലും കടത്തിക്കൊണ്ടു പോയതാണോന്ന് അറിയത്തില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും അറിയത്തില്ല. അഖിൽ തന്റേതായ രീതിയിലൊരു അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ സമയത്ത് സ്വാതി വിളിക്കുന്നുണ്ട്. സ്വാതിയുമായിട്ട് മുമ്പത്തെ പോലെ ഒന്നും ആയിരുന്നില്ല, കുറച്ചുകൂടെ അടുപ്പത്തിലായിരുന്നു അഖില്. അപ്പൊ സ്വാതി കുടുംബത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും അഖിലിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രതാപിന്റെ കാര്യത്തെക്കുറിച്ചും എല്ലാവരുടെ കാര്യത്തെക്കുറിച്ചും. അപ്പം വേണ്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ പൊന്നുമടത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അഖിലിന് അറിവുണ്ടായിരുന്നു. ഈ സമയത്ത് CA ആനന്ദകുമാർ കുറുപ്പിനെ വിളിക്കുന്നുണ്ട്. കുറുപ്പിനെ വിളിച്ചിട്ട് SP പുതിയ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, ഹരിനാരായണനെ കുറിച്ചുള്ള അന്വേഷണത്തിലാന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറുപ്പിന് മനസ്സിലായി ഒടുവിൽ അന്വേഷണം തന്റെ അരിയിലേക്ക് വരുന്നുണ്ടെന്ന്. കാരണം ഹരിനാരായണനെ തട്ടിക്കൊണ്ടു പോയതാണോ, അതോ ഇനിയിപ്പം ആരെങ്കിലും ഇല്ലാതാക്കിയോന്നുള്ള അന്വേഷണത്തിലാണ്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CA ആനന്ദകുമാർ കുറുപ്പിന് വിവരങ്ങൾ നൽകുന്നുണ്ട്. CA ഈ അന്വേഷണം ഒന്ന് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ അന്വേഷണം അവസാനിപ്പിക്കണം. മാധവ മേനോന് അറ്റാക്ക് വന്ന് മരിച്ചാണ്, അല്ലാതെ കൊലപാതകമൊന്നും അല്ല. അങ്ങനെ പറഞ്ഞു ഒരിക്കലും കേസ് ക്ലോസ് ചെയ്തതാണ്. പക്ഷെ വീണ്ടും അത് കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അയാള് കുറുപ്പിന് വേണ്ടുന്ന വിവരങ്ങളൊക്കെ നൽകി. കുറുപ്പിന് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ സമയത്ത് സേതുവും പല്ലവിയും കൂടെ കുഞ്ഞിനെ കൊഞ്ചിക്കുമായിരുന്നു, ഋതുവിന്റെ മോളെ. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവർക്ക് കുഞ്ഞിലല്ലോ, അവരുടെ നടുക്ക് കിടത്തിയാണ് ഇത്രയും ദിവസം കുഞ്ഞിനെയൊക്കെ ഉറക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഋതുവിനെ അത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞ് പല്ലവിയുടെ ഒപ്പം ഉണ്ടെങ്കിൽ അത് ഇന്ദ്രനൊരു ഇതാണ്. കാരണം ഇന്ദ്രന് കൂടുതൽ പല്ലവിയായിട്ട് അടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഇന്ദ്രനിപ്പോ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലും. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ. ഋതുവിന് ആ കുഞ്ഞിനോട് തരുമ്പ് പോലും സ്നേഹമില്ല. പക്ഷെ ഇന്ദ്രൻ സ്നേഹം കാണിച്ചു കഴിയുമ്പോൾ ഋതു വിചാരിക്കുന്നത് അത് കപട സ്നേഹമാണ്. പല്ലവിയെ കാണിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണ് കുഞ്ഞിനോടും കാണിക്കണമെന്നൊക്കെയായിരുന്നു. ഋതു അതുകൊണ്ട് ഒരു തീരുമാനം എടുത്തു. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഈ കുഞ്ഞാണ് തന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. ഈ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയതാ ഋതു. പക്ഷെ അത് നടന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഋതുവിനുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല. കുഞ്ഞിനെ തല്ല ഇല്ലാതാക്കണം. കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അവന് ആ ഇന്ദ്രനെ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഋതു കാത്തിരിക്കുകയാണ്. രാത്രി സേതുവും പല്ലവിയൊക്കെ നല്ല ഉറക്കത്തിലായി. ഇപ്പൊ കുഞ്ഞിനെ രണ്ടുപേരും കൂടെ നടക്കാണ് കിടത്തിയിരിക്കുന്നത്. കുഞ്ഞ് നല്ല സുഖത്തിന് കിടന്നുറങ്ങുവാണ്. പല്ലവി അതുപോലെയാണ് മോളെ നോക്കുന്നത് പോലും. ഈ സമയം ഋതു ഉറങ്ങാതെ കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. സേതുവും പല്ലവിയൊക്കെ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞപ്പോഴത്തേനും ഋതു പതുക്കെ അവരുടെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ കഥകൊന്നും അവർ ചാരിയിട്ടുണ്ടായിരുന്നില്ല, കുറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഋതു അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ മോള് നല്ല ഉറക്കമാണ്. അവർ രണ്ടുപേരും നടുക്കിടന്ന് ഋതു ഇത്തിരി സമയം നോക്കിയിരുന്നു. അവർ നല്ല ഉറക്കമാന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ഋതു ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതുക്കെ കുഞ്ഞിനെ എടുക്കുകയാണ്. കുഞ്ഞ് കരഞ്ഞൊന്നുമില്ല. കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഋതുവിന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടേ കളയണം. ഒരു കാരണവശാലും ഇനി ആർക്കും കുഞ്ഞിനെ കിട്ടരുത് എന്നൊരു ചിന്തയോടുകൂടി എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കണം എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഋതു കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന് തോന്നി ഇവരെവിടെയെങ്കിലും ഉപേക്ഷിച്ചാലോ എന്നൊരു ചിന്ത. അങ്ങനെ ഋതു എന്ത് ചെയ്തു, അവിടെ ഭിക്ഷ യാചിക്കുന്ന ഒരു സ്ത്രീ കിടപ്പുണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്തായിട്ട് കൊണ്ട് കുഞ്ഞിനെ കിടത്തിയിട്ട് ഋതു അവിടുന്ന് അപ്പം തന്നെ തിരികെ പോരുവാണ്. ഋതുവിന് ഇത്തിരി പോലും ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അല്ലെങ്കിലും വയറ്റി വെച്ച് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ. അപ്പൊ ഋതുവിന് അങ്ങനെ ഒരു സങ്കടവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല താനും. കുഞ്ഞാണെങ്കിലോ നല്ല ഉറക്കത്തിലായിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് കിടന്ന് കരയുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ വിഷക്കാരി ഇങ്ങനെ കണ്ണു നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തൊട്ടപ്പുറത്ത് എന്തോ അനങ്ങുന്നു. ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ്. പെട്ടെന്ന് അവരാ കുഞ്ഞിനെ എടുക്കുവാണ്. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നെന്നും അവർക്ക് മനസ്സിലായില്ല. അവര് പെട്ടെന്ന് എന്ത് ചെയ്തു, അവരുടെ കയ്യിലൊരു ഭാണ്ഡക്കെട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുഞ്ഞിനെ വെച്ച് കരയാതെ ഇങ്ങനെ തോളത്തട്ടി കൊടുക്കുവാണ്. ചൂട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞൊന്നും മയങ്ങിപ്പോയി. ആ സമയം ഋതു വീട്ടിലേക്ക് വന്നു. ഒന്നും അറിയത്തില്ലാത്ത മട്ടില് കയറി കിടക്കുകയും ചെയ്തു.
ഒന്നുറങ്ങി കഴിഞ്ഞിട്ട് പല്ലവി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ കാണുന്നില്ല. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. സേതുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സേതു ഓർത്തത് എവിടെ പോയി, കാരണം എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കുഞ്ഞൊന്നുമല്ല, കുഞ്ഞു കൊച്ചല്ലേ. ആരെങ്കിലും എടുത്തോണ്ട് പോവാതെ കുഞ്ഞെടുത്ത് പോകില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഋതു എടുത്തോണ്ട് പോയതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സേതുവും പല്ലവിയും കൂടെ ഋതുവിന്റെ മുറിയിലേക്ക് വന്നു. അപ്പൊ ഋതു ഉറക്കം അഭിനയിച്ച് കിടക്കുകയാണ്. അപ്പോഴേക്കും സേതു പറഞ്ഞു ഇവിടെ ഇല്ലല്ലോ പല്ലവി എന്ന് പറഞ്ഞു. പിന്നെ ഋതുവിനെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ഋതു പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ഇന്ദ്രനെ വിളിക്കുകയാണ്. എടാ ഇന്ദ്ര എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എന്താ എന്താ സേതു, കാര്യം എന്താന്ന് ചോദിച്ചു. എടാ നീ കുഞ്ഞിനെ കണ്ടോന്ന് ചോദിച്ചു. മോളെയോ? ഇല്ല മോളെ കണ്ടില്ല. എടാ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. കാണുന്നില്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു മോളെ കാണുന്നില്ലെങ്കിൽ മിക്കവാറും ഇവനായിരിക്കും കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞു കാണുമായിരിക്കും. കുഞ്ഞിനോടുള്ള അമിത സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവൻ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഇന്ദ്രനെ കുറ്റപ്പെടുത്തി ഋതു സംസാരിക്കണം. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, എന്തും പറയാനായില്ലേന്നൊക്കെ ചോദിച്ചോണ്ട് ഋതുവിനോട് ദേഷ്യപ്പെടുവാണ്. അങ്ങോട്ടും ഇവിടും വഴക്കായി. ഒടുവിൽ സേതു പറഞ്ഞു സത്യം പറയടാ, നീ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞു എന്ന് ചോദിച്ചു. സേതു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞു, അതാ നിനക്ക് നല്ലതെന്നും പറഞ്ഞോണ്ട് ഇന്ദ്രനെ അടിക്കുവാണ്. ഇന്ദ്രൻ പറഞ്ഞു എന്നെ തല്ലി കൊന്നാലും ശരി, എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല കുഞ്ഞിനെ കുറിച്ച്. എന്നെ ഇവിടെ തല്ലി കൊന്നോണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞെവിടെ നിന്ന് അന്വേഷിക്കാൻ നോക്ക്. ആ കുഞ്ഞിന് എന്തേലും ആപത്ത് സംഭവിക്കും. ഇവളായിരിക്കും ഇതിന്റെ പിന്നില്, ഇവളായിരിക്കും മോളെ എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു പിന്നെ എനിക്ക് അതിനല്ലേ സമയം, ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനും പല്ലവിക്കും മനസ്സിലായി ഇനി നിൽക്കുന്ന ഓരോ നിമിഷം അപകടമാണ്. അവര് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. ആ രാത്രി തന്നെ ഇറങ്ങുവാണ്. വീട്ടിലാണെങ്കിൽ ആരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അങ്ങനെയാണ്, ആ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പൂർണ്ണമേ ആരും ഒന്നും അറിയത്തില്ല. അവരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സേതുവും പല്ലവിയിട്ട് പറയാനും പോയില്ല. പാതിരാത്രി വിളിച്ചിനിയിപ്പോ അവരെയും കൂടെ ശല്യപ്പെടുത്തണ്ട, അല്ലെങ്കിൽ പൂർണ്ണാമിക്ക് ടെൻഷൻ ഒന്നും കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് അവരൊന്നും മിണ്ടാതെ ഇറങ്ങി പോന്നെ കുഞ്ഞിനെ അന്വേഷിച്ച് പോവാണ്. ആ സമയം ഋതുവിന്റെ മനസ്സിൽ ഇപ്പൊ ചെല്ല് കുഞ്ഞിനെ കിട്ടും, അതിനെ കിട്ടാൻ പോകുന്നുള്ളതെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറെ ദൂരമൊക്കെ അന്വേഷിച്ചു പോയി, പക്ഷെ കുഞ്ഞിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. ഒടുവില് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. സേതുവും പല്ലവിയും കൂടെ അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ ചെന്നു. കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനും പല്ലവിക്കും ഉത്തരവില്ലായിരുന്നു. പിന്നീട് പല്ലവി പറഞ്ഞു അല്ല സേതുവിന്റെ പെങ്ങളുടെ കുഞ്ഞാന്ന് പറഞ്ഞു, മോളാന്നൊക്കെ പറഞ്ഞു. അല്ല എന്നിട്ട് അവരെന്തെന്ന് ചോദിച്ചപ്പോൾ സേതുവിന് ആദ്യം ഒരു പതർച്ചയുണ്ടായി. പിന്നീട് പറഞ്ഞു അവര് വീട്ടിലുണ്ട്, ഞങ്ങൾ കുറെ അന്വേഷിച്ചു, ഇവിടെയൊക്കെ കുഞ്ഞിനെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല, അതുകൊണ്ട് പരാതി തരാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞു. അവരോട് ഞങ്ങൾ അന്വേഷിക്കാം, പിന്നെ പരാതി എഴുതി തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടെ പോയി അന്വേഷിക്കണമെന്ന് അറിയത്തില്ല, കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അത് പല്ലവി കരച്ചിലോട് കരച്ചില്ല. സേതു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സങ്കടപ്പെടാതിരിക്കുക, മോളെ നമുക്ക് കിട്ടും, മോളൊരിടത്തും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എനിക്ക് സംശയം ഋതുവിനെയാണ്, അവള് മോളെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞൊന്നും അറിയത്തില്ലോ. പക്ഷെ അവളോട് ചോദിച്ചിട്ട് അവള് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നുമില്ല, കൂടുതൽ ചോദ്യം ചെയ്യാനും പറ്റില്ലല്ലോ. സേതു പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, ആ കുഞ്ഞിനെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ സേതുവിന്റെ ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് കുഞ്ഞിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞിനെ കിട്ടുക തന്നെ ചെയ്യും. ആ ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്ന് സേതുവിനും പല്ലവിക്കും കുഞ്ഞിനെ കിട്ടും. പക്ഷെ ഋതുവിന്റെ കാര്യം കട്ടപ്പുകയാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.